രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് ബംഗാളിൽ നിയന്ത്രണം. മാൽഡ ഗസ്റ്റ് ഹൌസിലെ ഉച്ചഭക്ഷണത്തിന് അനുമതി നിഷേധിച്ചു. യാത്രയുടെ ഇന്നത്തെ പര്യടനം ബീഹാറിൽ പൂർത്തിയായി. നിതീഷ് കുമാറിനെ വിമർശിക്കാതെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര ബുധനാഴ്ച വീണ്ടും പശ്ചിമബംഗാളിൽ പ്രവേശിക്കാൻ ഇരിക്കെയാണ് അനുമതി നിഷേധിച്ചത്. അന്നത്തെ യാത്രയുടെ ഉച്ചഭക്ഷണം മാൽഡ ഗസ്റ്റ് ഹൌസിൽ ആക്കാനായിരുന്നു തീരുമാനം. ഇതുപ്രകാരം ജില്ലാ കോൺഗ്രസ് നേതൃത്വം നൽകിയ അപേക്ഷ സർക്കാർ നിരസിച്ചു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അന്നേ ദിവസം ഗസ്റ്റ് ഹൌസിൽ ഉണ്ടെന്നാണ് അനുമതി നിഷേധിക്കാൻ കാരണമായി പറയുന്നത്. അനുമതി നിഷേധിച്ചതിൽ കടുത്ത അതൃപ്തിയിലാണ് പശ്ചിമബംഗാൾ കോൺഗ്രസ് നേതൃത്വം. ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ മൂലമാണ് പൊട്ടിത്തെറി ഉണ്ടാകാത്തത്. ഇന്നലെ ബംഗാളിൽ തന്നെ സിലിഗുരി ജില്ലയിലും യാത്രയോട് അനുബന്ധിച്ചുള്ള പൊതുയോഗത്തിന് പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു. യാത്രയുടെ ഇന്നത്തെ പര്യടനം ബീഹാറിൽ പൂർത്തിയായി. കിഷൻഗഞ്ച് വഴിയാണ് യാത്ര പശ്ചിമബംഗാളിൽ നിന്ന് ബീഹാറിലേക്ക് പ്രവേശിച്ചത്. പൊതുസമ്മേളനത്തിൽ നിതീഷ് കുമാറിനെ വിമർശിക്കാതെ ബിജെപിയെയും ആർഎസ്എസിനെയും രാഹുൽ ഗാന്ധി കടന്നാക്രമിച്ചു. हिंदुस्तान की राजनीति पर यात्रा का बहुत बड़ा असर पड़ा। एक विचारधारा जो बीजेपी देश के सामने रोज रखती है, नफरत, हिंसा, उसके खिलाफ एक और नया विजन, एक नई विचारधारा खड़ी हुई मोहब्बत की. JDU NDAയിലേക്ക് പോയെങ്കിലും ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളെ യാത്രയിൽ അണിനിരത്തി ശക്തി കാണിക്കാനാണ് കോൺഗ്രസ് നീക്കം. ബീഹാറിൽ അധികാരം തിരിച്ചുപിടിച്ചതിന് പിന്നാലെ നിയമസഭാ സ്പീക്കറെ നീക്കാൻ NDA നീക്കം ആരംഭിച്ചു. റിപ്പോർട്ടർ, ദില്ലി.